ഗാസ യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും ശേഷിക്കുന്ന ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട ടെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ 10,000-കണക്കിന് പേർ അണിനിരന്ന യുദ്ധവിരുദ്ധ പ്രതിഷേധം നടന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ കണക്കനുസരിച്ച് 30,000 പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അവരെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് എഴുതിയ ബന്ദികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബോർഡുകളുമാണ് പ്രധാനമായും പ്രതിഷേധക്കാർ ഉയർത്തി പ്രതിഷേധമുന്നയിച്ചത്. ഇസ്രയേലിന്റെ ഗാസയിലെ വംശഹത്യാ യുദ്ധം അവസാനിപ്പിക്കുകയും ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കുകയും പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്താൽ ഇസ്രയേലി ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭാഗികമായ കരാറുകളിൽ ഉറച്ചു നിൽക്കുകയും പലസ്തീൻ വിഭാഗങ്ങളുടെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി കരാറിൽ ഒപ്പിടുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നുണ്ട്. നെതന്യാഹു നിലവിൽ തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും അധികാരത്തിലുള്ള പിടി നിലനിർത്തുന്നതിനുമായി ഗാസയിൽ വീണ്ടും യുദ്ധം തുടരുന്നതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നുണ്ട്. ഗാസയിൽ 50 ഇസ്രയേലി ബന്ദികളുണ്ടെന്നാണ് ടെല്ലവീവ് കണക്കാക്കുന്നത്. അതിൽ 20 പേർ ജീവനോടെയുണ്ട്. 10,400-ലധികം പലസ്തീനികൾ ഇസ്രയേലി ജയിലുകളിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. പീഡനം, പട്ടിണി എന്നിവയാൽ നിരവധി പേർ മരിച്ചതായി പലസ്തീൻ ഇസ്രയേലി മനുഷ്യാവകാശ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഇസ്രയേൽ സൈന്യത്തിന് നേരെ ആക്രമണവുമായി ഇസ്രയേലി പൗരന്മാർ രംഗത്തെത്തിയിരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലാണ് സംഭവമുണ്ടായത്. പലസ്തീനിയൻ ഗ്രാമമായ കഫർ മാലിക്കിലേക്ക് പൗരന്മാർ പോകുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായതെന്ന് IDF അറിയിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ വാഹനങ്ങൾ അക്രമകാരികൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. ആൾക്കൂട്ടത്തെ സമീപിച്ചപ്പോൾ സൈനികരെ ആക്രമിക്കുകയും സുരക്ഷാ സേനയുടെ വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അക്രമികളെ പിരിച്ചുവിടാനായി 3 തവണ ആകാശത്തിലേക്ക് വെടിവെച്ചുവെന്ന് സൈന്യം അറിയിച്ചു. തുടർന്ന് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ 6 പേരെയും പോലീസിന് കൈമാറിയെന്നും ഇസ്രയേൽ സേന അറിയിച്ചു. ഇസ്രയേൽ സേനയെ ആക്രമിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇത്തരക്കാർക്ക് ഒരു ചെറു ന്യൂനപക്ഷമാണെന്നും ഇസ്രയേലിലെ ഭൂരിപക്ഷം ജനങ്ങളെയും അവർ പ്രതിനിധീകരിക്കുന്നില്ലെന്നും നെതന്യാഹു പ്രതികരിച്ചു. ദുഷ്കരമായ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കുന്ന IDF സൈനികരെ ആക്രമിക്കുന്ന തീവ്രവാദികൾ നമ്മുടെ ശത്രുക്കളെ സഹായിക്കുന്ന അപകടകാരികളായ കുറ്റവാളികളാണെന്നാണ് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് വ്യക്തമാക്കിയത്. ഇസ്രയേലിലെ വലതുപക്ഷ സർക്കാരിന്റെ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡൻസി വക്താവ് നാബിൽ അബു റുദേന പറഞ്ഞു. എന്നാൽ ഗാസയിൽ ഒരാഴ്ചയ്ക്കകം വെടിനിർത്തൽ സാധ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ഇസ്രയേലിനും ഹമാസിനുമിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ സാധിക്കുന്ന ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതിനുള്ള സാധ്യത തെളിയുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിലെ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ ആക്രമണം അവസാനിപ്പിക്കാനാവൂ എന്നാണ് ഇസ്രയേൽ നിലപാട്. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറിടെ 81 പേരാണ് കൊല്ലപ്പെട്ടത്. 422 പേർക്ക് പരിക്കേറ്റു. ഗാസ സിറ്റിയിലെ പലസ്തീൻ സ്റ്റേഡിയത്തിൽ അഭയം തേടിയ 12 പേരും അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചിരുന്ന 8 പേരുമാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിൽ മുവാസിയിൽ ടെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.